ശാന്തമായ ഒരു മനസ്സിനായി, ഭയമില്ലാത്ത ഒരു ജീവിതത്തിനായി നമ്മുടെ ഋഷിമാർ നൽകിയ അമൂല്യമായ ഒരു ഉപഹാരമാണ് വിഷ്ണു സഹസ്രനാമം. ഇത് കേവലം 1000 നാമങ്ങളല്ല, ഇത് 1000 ദർശനങ്ങൾ, 1000 ആത്മവിശ്വാസങ്ങൾ, 1000 ശാന്തിയുടെ മാർഗനിർദ്ദേശങ്ങൾ. ഓരോ നാമവും ഒരു തത്വം പറയുന്നു, ഒരു ജീവിത സത്യം തുറന്നു കാണിക്കുന്നു. ഇന്ന് നാം ആ നാമങ്ങളുടെ ആഴത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത് നമ്പൂതിരി. കണ്ടമംഗലം മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആത്മീയ യാത്രയിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഓരോ നാമത്തിൻ്റെയും പദാർത്ഥവും അതിനുള്ള ജീവിതസാരവും ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കേവലം കേൾക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അനുഭവിക്കാൻ കൂടി ശ്രമിക്കുക. ഒരു ആത്മീയമായ അനുഭവത്തിൻ്റെ തുടക്കമാകട്ടെ. വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നതിന് മുമ്പ് ഛന്ദസ്സോടുകൂടി വേണം ആരംഭിക്കാൻ. ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി അനുഷ്ടുപ് ഛന്ദ ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമന്നാരായണോ ദേവത. ഇങ്ങനെ ഛന്ദസ് ജപിച്ചതിന് ശേഷം ഭഗവാന്റെ ശ്ലോകങ്ങൾ ജപിക്കുക. ധ്യാന ശ്ലോകം ജപിക്കുന്നതിന് മുമ്പായിട്ട് മനസ്സ് ശാന്തമാക്കുക, കണ്ണുകൾ അടയ്ക്കുക, ശ്വാസമെടുത്ത് മനസ്സ് ശാന്തമാക്കി നിർത്തുക. എന്നിട്ട് ആ നീലമേഘത്തിൻ്റെ ശോഭയുള്ള ദിവ്യമായ ആദിശേഷൻ്റെ മേൽ വിശ്രമിക്കുന്ന പത്മനാഭനെ, കമലനയനനെ, ലക്ഷ്മീകാന്തനെ, സർവ്വലോകങ്ങളുടെയും നാഥനെ മനസ്സിൽ ചിന്തിക്കുക. തുടർന്ന് ആ ധ്യാന ശ്ലോകം ജപിക്കാനായിട്ട് ആരംഭിക്കുക. നമുക്ക് ധ്യാന ശ്ലോകം ജപിക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശുക്ലാംബരധരം, വെളുത്ത വസ്ത്രം ധരിച്ചവൻ, വിഷ്ണു, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ. ശശിവർണം, ചന്ദ്രനെ പോലെ ശോഭയുള്ള നിറം. ചതുർഭുജം, 4 ഭുജങ്ങളുള്ളവൻ. പ്രസന്നവദനം, സാന്ത്വനപൂർണമായ മുഖം. ധ്യായേ, ധ്യാനിക്കണം. സർവവിഘ്നോപശാന്തയേ, എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നതിനായി. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം. ഈ ശ്ലോകം നമ്മോട് പറയുന്നു, ഏതൊരു നല്ല പ്രവൃത്തിയും തുടങ്ങുന്നതിന് മുൻപ് മനസ്സ് ശുദ്ധമാക്കുകയും തടസ്സങ്ങളെല്ലാം നീക്കുകയും വേണം. വെളുപ്പ് ശുദ്ധിയുടെ പ്രതീകം, ചന്ദ്രപ്രകാശം ശാന്തിയുടെ പ്രതീകം, പ്രസന്നമുഖം ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകം. അതിനാൽ ഈ ശ്ലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഏതൊരു പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് ആന്തരിക ശാന്തിയും വ്യക്തതയും നേടുക. ഇനി നമുക്ക് ആ ഭഗവാന്റെ പത്മനാഭൻ്റെ ധ്യാനം ജപിക്കാം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശാന്താകാരം, ശാന്തമായ രൂപമുള്ളവൻ, ആഴത്തിലുള്ള സമാധാനത്തിൻ്റെ പ്രതീകം. ഭുജഗശയനം, സർപ്പത്തെ, ആദിശേഷനെ ശയ്യയായി സ്വീകരിച്ചവൻ. പത്മനാഭം, നാഭിയിൽ നിന്ന് കമലമുദിച്ച് ആ കമലത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത്. സുരേശം, ദേവന്മാരുടെ അധിപൻ. വിശ്വാധാരം, ലോകത്തിൻ്റെ ആധാരം. ഗഗനസദൃശം, ആകാശം പോലെ അനന്തമായത്. മേഘവർണം, മഴമേഘം പോലെ നീലനിറം. ശുഭാംഗം, മംഗളകരമായ അവയവങ്ങളുള്ളവൻ. ലക്ഷ്മീകാന്തം, മഹാലക്ഷ്മിയുടെ പ്രിയനാഥൻ. കമലനയനം, കമലം പോലെ മനോഹരമായ കണ്ണുകളുള്ളവൻ. യോഗിഹൃദ്യാനഗമ്യം, യോഗികൾ ധ്യാനത്തിലൂടെ മാത്രം അനുഭവിക്കുന്നവൻ. ഭവഭയഹരം, ജനനമരണ ചക്രത്തിൻ്റെ ഭയം ഇല്ലാതാക്കുന്നവൻ. സർവലോകൈകനാഥം, സർവലോകങ്ങളുടെ നാഥൻ.
ശാന്താകാരം എന്ന ഈ ധ്യാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കലഹത്തിനിടയിലും ഉള്ളിലെ സമാധാനം കണ്ടെത്തൂ. വിശ്വാധാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരു ശക്തിയുണ്ട്. യോഗിഹൃദ്യ ആനഗമ്യം, ഈശ്വരനെ പുറത്തല്ല, അവനവൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് എന്നുള്ള ബോധ്യമുണ്ടാവണം. ഭവഭയഹരം, ജീവിതത്തിലെ അനിശ്ചിതത്വവും ഭയവും കുറയാൻ ഈ ധ്യാനം നമ്മെ സഹായിക്കും. ഇനി നമുക്ക് വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത്പ്രഭു ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. വിശ്വം, ഈ മുഴുവൻ ബ്രഹ്മാണ്ടം തന്നെയാണ് അവൻ. വിഷ്ണു, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന സാന്നിധ്യം. വഷട്കാരഃ, സകല യജ്ഞങ്ങളിലും ആരാധിക്കപ്പെടുന്ന ദിവ്യമായ ശക്തി. ഭൂതഭവ്യഭവത്പ്രഭോ, കഴിഞ്ഞുപോയതും ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതുമായ കാലത്തിൻ്റെ മുഴുവൻ അധിപൻ. ഭൂതകർ, സൃഷ്ടിയുടെ സൃഷ്ടികർത്താവ്. ഭൂതഭർ, സൃഷ്ടിയെ നിലനിർത്തുന്നവൻ. ഭാവഃ, നിലനിൽപ്പിൻ്റെ സത്യസ്വരൂപം. ഭൂതാത്മാ, സകല ജീവജാലങ്ങളുടെയും അന്തരാത്മാവ്. ഭൂതഭാവനഃ, എല്ലാ ജീവികളെയും പരിപാലിക്കുന്നവൻ. ഈശ്വരൻ ലോകത്തിൻ്റെ പുറത്തുള്ളവനല്ല, ഈ ലോകം തന്നെയാണ് അവൻ എന്ന് ഈ ശ്ലോകം നമ്മോട് പറയുന്നു. നമ്മൾ കാലത്തെ പേടിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഭൂരിപക്ഷം ജനങ്ങളും വ്യാകുലപ്പെട്ടുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ശ്ലോകം നമ്മോട് പറയുന്നു, പക്ഷേ കാലത്തിൻ്റെ നാഥൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ എന്തിനാണ് ഭയം എന്ന് ശ്ലോകം നമ്മോട് ചോദിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന, നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുകയും ചെയ്യുന്ന ആ ദിവ്യമായ ചൈതന്യം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാവണമെന്ന് ഈ ശ്ലോകം നമ്മോടായിട്ട് പറയുന്നു. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. പൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച. പൂതാത്മാ, മലിനതകളില്ലാത്ത ശുദ്ധമായ ആത്മാവ്. പരമാത്മാ, എല്ലാ ആത്മാക്കളുടെയും പരമമായ സ്വരൂപം. മുക്താനാം പരമാഗതി, മോക്ഷം നേടിയവരുടെ അന്തിമ ലക്ഷ്യം. അവ്യഹ, ക്ഷയം വരാത്തത്, ഒരിക്കലും നശിക്കാത്തത്. പുരുഷഃ, ഈ ശരീരത്തിൽ വസിക്കുന്ന ആ ദിവ്യമായ ചൈതന്യം. സാക്ഷി, എല്ലാം നിശബ്ദമായി കാണുന്ന പരമമായ സാക്ഷി. ക്ഷേത്രജ്ഞഃ, ശരീരവും മനസ്സും അറിയുന്ന യഥാർത്ഥ തത്വസ്വരൂപം. അക്ഷരഃ, മാറ്റമില്ലാത്ത നിത്യമായ സത്യം. നമ്മൾ ശരീരം മാത്രമല്ല, നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും ദുഃഖവും വരികയും പോകുകയും ചെയ്യും. പക്ഷേ അതെല്ലാം കാണുന്ന സാക്ഷി, ആ ദിവ്യമായ സാക്ഷീഭാവം നമ്മുടെ ഉള്ളിൽ സദാസമയം നിലനിൽക്കുന്നു. ആ സാക്ഷി ഒരിക്കലും നശിക്കാത്തതാണ്. അവൻ തന്നെയാണ് പരമമായ ആത്മാവ്, പരമാത്മാവ്. ഈ സത്യം മനസ്സിലാക്കുന്ന നിമിഷം ജീവിതത്തിൻ്റെ ഭാരം കുറയുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവഭുശ്രീമാൻ കേശവ പുരുഷോത്തമ. യോഗ, ജീവാത്മാവും പരമാത്മാവും ഒന്നാകുന്ന അവസ്ഥ. യോഗവിദാം നേതാ, യോഗജ്ഞാനികളുടെ മാർഗദർശകൻ. പ്രധാന പുരുഷേശ്വര, പ്രകൃതിയുടെയും ചൈതന്യത്തിൻ്റെയും അധിപൻ. നാരസിംഹവഭു, ധർമ്മസംരക്ഷണത്തിനായി അവതാരമെടുത്തവൻ. ശ്രീമാൻ, ഐശ്വര്യത്തിൻ്റെ സാന്നിധ്യം, ലക്ഷ്മീദേവിയോടുകൂടെ നിൽക്കുന്നവൻ.
കേശവ അസുരനിഗ്രഹം നടത്തിയവൻ, പുരുഷോത്തമ സകലരിലും ഉന്നതനായ പുരുഷൻ. ജീവിതത്തിൽ പതറുന്ന അവസ്ഥ വരുമ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷ നേടുന്ന യോഗം. അനീതിയും ഭയവും ഉയരുമ്പോൾ സംരക്ഷണം നൽകുന്നു. മനുഷ്യൻ സാധാരണ ജീവി മാത്രമല്ല, അവൻ്റെ ഉള്ളിൽ ദൈവീകമായ സാന്നിധ്യമുണ്ട്. ആ ഉന്നതതയിലേക്ക് നയിക്കുന്നവൻ പുരുഷോത്തമൻ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ നാമങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചെങ്കിൽ ഓം നമോ നാരായണായ എന്ന് ജപിക്കുകയും കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യൂ. ഇത് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ തുടക്കം മാത്രമാണ്. ഓരോ നാമത്തിൻ്റെയും ആഴത്തിലേക്ക് നമുക്ക് പതുക്കെ പതുക്കെ യാത്ര തുടരാം. ഈ ആത്മീയമായ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. കൂടെയുണ്ടാവുക. ഭഗവാന്റെ ഒരു നാമം പോലും ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. ഈ നാമങ്ങളുടെ എല്ലാം ആഴം നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചെങ്കിൽ അതാണ് ഈ ശ്ലോകത്തിൻ്റെ മഹത്വം. തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ. ഓം നമോ നാരായണായ. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീമന്നാരായണായേതി സമർപ്പയാമി.